കേരളത്തിനെതിരെ വിദ്വേഷ പ്രചാരണവുമായി കേരള സ്റ്റോറി 2 എത്തുമ്പോൾ ഇതല്ല കേരളത്തിന്റെ യഥാർത്ഥ സ്റ്റോറി എന്ന് പറയുന്ന ചില കാഴ്ചയിലേക്കാണ് ഇനി. ചെറിയ പത്തിയൂർ കാർത്തിക ഉത്സവം കെട്ടുകാഴ്ച സംഘങ്ങൾ ഒരുങ്ങിയത് മുസ്ലിം ക്രിസ്ത്യൻ പള്ളികളിൽ നിന്ന്. കണ്ടുനിന്നവർക്കും അത് വേറിട്ട അനുഭവമായി മാറി. യഥാർത്ഥ കേരള സ്റ്റോറിയുടെ കഥ ഇങ്ങനെയാണ്. എല്ലാ വർഷവും പത്തിയൂർ ക്ഷേത്രത്തിന്റെ മുന്നിൽ നിന്നാണ് കെട്ടുകാഴ്ച സംഘങ്ങൾ ഒരുക്കങ്ങൾ നടത്തുന്നത്. ഇപ്രാവശ്യം പാലം പണി നടക്കുന്നതിനാൽ ഒരു മാറ്റം ക്ഷേത്ര കമ്മിറ്റി നടത്തി. കെട്ടുകാഴ്ച 2 പള്ളികൾ കേന്ദ്രീകരിച്ച് നടത്തുവാൻ തീരുമാനിക്കുകയായിരുന്നു. പത്തിയൂർ ജമാഅത്ത് പള്ളിയിലെ കമ്മിറ്റിക്കാരോടും സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിലെ കമ്മിറ്റിക്കാരോടും അനുവാദം ചോദിച്ചപ്പോൾ ഒരു മടിയും കൂടാതെ സമ്മതം നൽകി. മുസ്ലിം പള്ളിയിൽ നിന്ന് ചെണ്ടമേളം ശബ്ദം കേട്ടത് വേറിട്ട കൗതുകമായി മാറിയതായി നാട്ടുകാർ പറഞ്ഞു. മതനിരപേക്ഷതയുടെ നാടായി കാത്തു സൂക്ഷിക്കുന്ന പത്തിയൂരിൽ ഇന്ന് കാർത്തിക മഹോത്സവത്തിന്റെ തുടക്കം കുറിക്കുകയാണ്. അതിന്റെ തുടക്കം കുറിക്കുന്നത് തന്നെ ഇവിടെ നിന്നാണ്, ഈ പള്ളിയിൽ നിന്നാണ്. അതിന്റെ ആവേശോജ്വലമായ തുടക്കമാണ് ഇന്നിവിടെ നമ്മൾ കാണുന്നത്. നമ്മുടെ രാജ്യത്ത് ഇതുപോലെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് ഐക്യവും സൗഹാർദ്ദവും സമാധാനവും വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ട് ഇതുപോലെയുള്ള സംഗതികൾ ഇനിയും തുടരണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. കെട്ടുകാഴ്ച സംഘങ്ങൾ ഒരുങ്ങിയ ശേഷം വിശ്രമിക്കാൻ നോമ്പ് സമയത്തും മദ്രസ കെട്ടിടം വിട്ടു നൽകി. ചീഫ് ഇമാം ഹസൻ സഖാഫി, സെക്രട്ടറി അബ്ദുൽ ലത്തീഫ്, ഷബീർ ഷാ, നബിൻ ഷാ, സാലു, ചെറുപത്തിയൂർ ദേവസ്വം പ്രസിഡന്റ് രാജേഷ്, സെക്രട്ടറി രമണൻ, ട്രഷറർ നിതിൻ വിജയ്, മനു ചെല്ലപ്പൻ തുടങ്ങിയവർ പങ്കെടുത്തു. മീഡിയ 1 ആലപ്പുഴ.